തെപ്പക്കാടുള്ള എലിഫന്റ് ക്യാമ്പിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. മോയാർ നദിയുടെ തീരത്ത് റിസപ്ഷൻ സെൻറ്ററിന് എതിർവശത്തായിട്ടാണ് കേട്ടോ ഈ ക്യാമ്പ് വരുന്നത്. നമ്മൾ അവിടേക്ക് പോണ സമയത്ത് റോഡിനരികിൽ ഒരുപാട് മാനുകളെ കണ്ടേ. അപ്പം നമ്മൾ എലിഫൻറ്റ് ക്യാമ്പിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇവിടെ എലിഫൻറ്റ് സഫാരി ഉണ്ട് കേട്ടോ. രാവിലെ 7 മണി മുതൽ 8 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയുമാണ്. പിന്നെ ഈ ക്യാമ്പിനുള്ളിൽ കയറാൻ പറ്റുന്ന ടൈം രാവിലെ 8:30 മുതൽ 9 മണി വരെയും വൈകുന്നേരം 5 മുതൽ 6 മണി വരെയാണ് കേട്ടോ. ഈ ഒരു ടൈമിലാണ് ഇവിടുത്തെ ആളുകൾക്ക് ഫുഡ് കൊടുക്കുന്നത്. ആ ഒരു ടൈമിലാണ് വിസിറ്റേഴ്സിന് അലൗഡ് ആയിട്ടുള്ളത് കേട്ടോ. ഉള്ളിലോട്ട് കയറിയപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ആണിനൊരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്റ്റാച്ചു ആണ്. 1972 ബ്രിട്ടീഷുകാരാണ് കേട്ടോ ഈ ക്യാമ്പ് തുടങ്ങിയത്. ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ ക്യാമ്പാണ് കേട്ടത്. ഇവിടെയുള്ള ആനകൾ എന്ന് പറയുമ്പോൾ രക്ഷപ്പെടുത്തിയതും പിടികൂടിയതുമായിട്ടുള്ളതാണ് കേട്ടോ. അവർക്കൊക്കെ ഓരോ പേരും ഉണ്ട്. 20-ലധികം ആനകളുണ്ട് കേട്ടോ ഇവിടെ. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഓരോ ആനകളായിട്ട് വരുന്നുണ്ട്. ആനക്ക് ഫുഡ് കൊടുക്കാനൊരു ടൈം ആയിക്കണം കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓരോരുത്തരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഞാനിതുവരെ നേരിട്ട് കണ്ടില്ല കേട്ടോ ആന ഭക്ഷണം കഴിക്കണതൊന്നും. ഇവിടെയുള്ള ആനകളിൽ ഏറ്റവും ചെറിയതും കുസൃതിയുള്ളതുമായ ആന ഇതാണെന്നാണ് തോന്നുന്നത്. കാരണം തുമ്പിക്കൈ കൊണ്ട് മണ്ണിങ്ങനെ പിടിച്ചിട്ട് തലയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ഒരു അടി കൊടുത്ത് ചേട്ടൻ മാറി നിൽക്കുമ്പോൾ പിന്നെ തന്നെ തുടരുകയാണ്. ബ്രിട്ടീഷുകാർ അന്ന് ഇങ്ങനെ ഒരു ക്യാമ്പ് തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തേക്കും റോസ് വുഡും ഒക്കെ ആധിപത്യം പുലർത്തുന്ന പ്രദേശമായതിനാൽ തടികളെല്ലാം കൊണ്ടുപോകാൻ ആനകളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് തുടങ്ങിയത് കേട്ടോ. കാട്ടിൽ നിന്ന് വഴിതെറ്റി വന്ന ആനകളെ ഓടിക്കാനും കാട്ടിലെ കളകളെല്ലാം നീക്കം ചെയ്യാനും ഇവരാണ് കേട്ടോ ഉണ്ടാവല്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഓരോ ആനയുടെ പേരും അതിന് നേരെ അവരുടെ ഫുഡുമാണ് വെച്ചിട്ടുള്ളത്. ഈ ബോർഡിൽ ഓരോ ആനയുടെ പേരും അവരുടെ ഏജും സെക്സും പിന്നെ അവരെ കിട്ടിയ ഡേറ്റും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ആന ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് നേരിട്ട് കാണുന്നത്. പിന്നെ ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത് വേവിച്ച അരി, റാഗി, കുതിരാൻ, തേങ്ങ, ശർക്കര, കരിമ്പ് ഇവയെല്ലാം ചേർത്തിട്ടുള്ളതാണേ.
ഞങ്ങളിങ്ങനെ ക്യാമ്പിൽ നല്ല കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് റോഡിനരികിൽ മയിലിനെയും കരടിനെയും കണ്ടിട്ടോ.